Hi, welcome back to our channel. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ മൺചട്ടിയുടെ ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഈ മൺചട്ടികൾ കുറച്ചു കാലം ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതിന്റെ അടിഭാഗത്ത് ചിന്നിക്കാറുണ്ട് അല്ലേ? നമ്മൾ എത്ര കണ്ട് മയപ്പെടുത്തി എടുത്താലും മിക്കപ്പോഴും അത് ചിന്നിച്ചു പോകാറുണ്ട്. പിന്നെ നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിലുണ്ടല്ലോ 2 കിടിലൻ ടിപ്പുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി ചിന്നിച്ചു തുടങ്ങിയ മൺചട്ടിയും നമുക്ക് കാലങ്ങളോളം ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 2 അടിഭാഗം ചിന്നിച്ച് തുടങ്ങിയിട്ടുള്ള മൺചട്ടികൾ എടുത്തിട്ടുണ്ട്. നമ്മൾ മിക്കപ്പോഴും എത്ര കണ്ട് മയപ്പെടുത്തി എടുത്താലും കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് ഇതുപോലെ അടിഭാഗത്ത് വിള്ളൽ വീഴാറുണ്ട്, അല്ലെങ്കിൽ ചെറുതായിട്ട് ചിന്നിച്ച് പോകാറുണ്ടല്ലേ. പിന്നീട് ഈ കറിച്ചട്ടിക്കകത്ത് നമ്മൾ കറി വെക്കുകയാണെങ്കിൽ കറിച്ചട്ടിക്ക് ചോർച്ച ഉണ്ടാകാറുണ്ട്. പിന്നെ നമ്മളത് ഉപയോഗിക്കില്ല, എടുത്ത് കളയാറാണ് പതിവ്. അപ്പോൾ ഇങ്ങനെയുള്ള കറിച്ചട്ടികളാണ് ഇന്ന് നമ്മൾ നല്ല രീതിയിൽ വീണ്ടും ഉപയോഗിക്കാൻ എങ്ങനെ പാകപ്പെടുത്തി എടുക്കാമെന്ന് നോക്കുന്നത്. അതിനായിട്ട് 2 കിടിലൻ ടിപ്പുകളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. വീഡിയോ കണ്ടിട്ട് ഏത് ടിപ്പാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് അറിയിക്കാനായിട്ട് മറക്കരുതേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പ് നോക്കാം. ആദ്യത്തെ ടിപ്പിൽ നമുക്ക് വേണ്ടത് കോൾഗേറ്റിൻ്റെ വൈറ്റ് കളറിലുള്ള പേസ്റ്റാണ് കേട്ടോ. ഇത് തന്നെ എടുക്കാനായിട്ട് നോക്കണം. കളറുള്ള പേസ്റ്റുകളൊന്നും ഇതിനായിട്ട് ഉപയോഗിക്കരുത്. ഇനി നമുക്ക് ഈ പേസ്റ്റിൽ നിന്ന് കുറച്ച് ഭാഗം മൺചട്ടിയിലേക്ക് എടുത്ത് നല്ലതുപോലെ അകവും പുറകും ഒന്ന് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു നല്ലൊരു തിക്ക് ലെയറായിട്ട് തന്നെ തേച്ചെടുക്കണം കേട്ടോ. അതിനായിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം, ഒരു സ്പൂണിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് ഇതുപോലെ തേച്ച് നല്ലതുപോലെ എല്ലാ ഭാഗത്തും എത്തിച്ചു കൊടുക്കാം. പ്രത്യേകിച്ചും മൺചട്ടിയുടെ വിള്ളലുള്ള ഭാഗത്ത് നല്ല രീതിയിൽ തന്നെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നല്ല രീതിയിൽ തന്നെ തേച്ച് കൊടുക്കണം കേട്ടോ. നമ്മുടെ ചാനലിൽ തന്നെ മൺചട്ടി എങ്ങനെ മയക്കിയെടുക്കാമെന്നുള്ള വീഡിയോയും അതുപോലെ തന്നെ മൺചട്ടി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ അത് കണ്ടു നോക്കാവുന്നതാണ്. ഞാനിപ്പോൾ മൺചട്ടിയുടെ ഉൾഭാഗത്ത് മാത്രമല്ല അതിൻ്റെ സൈഡിലും ഒക്കെ തന്നെ തേച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മൺചട്ടിയുടെ പുറഭാഗത്തും ഇതുപോലെ ഒന്ന് കമഴ്ത്തി വെച്ചതിന് ശേഷം തേച്ച് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ അകത്തും പുറത്തും പേസ്റ്റ് നല്ല രീതിയിൽ തേച്ച് കൊടുത്തതിന് ശേഷം വെയിലത്ത് വെച്ച് ഒരു 2 ദിവസം നല്ലതുപോലെ ഉണക്കിയെടുക്കണം. ഇതുപോലെ കമഴ്ത്തി വെച്ച് നമ്മൾ വെയിൽ കൊള്ളിക്കണം. അതുപോലെ തന്നെ മൺചട്ടി തിരിച്ച് വെച്ചിട്ട് ഉൾഭാഗവും നമ്മൾ വെയിൽ കൊള്ളിച്ച് നല്ലതുപോലെ വെയിൽ കൊള്ളിച്ചെടുക്കണം. ഇപ്പം നമ്മൾ നല്ല രീതിയിൽ തന്നെ പേസ്റ്റ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പ് നോക്കാം. ഈ ഒരു ടിപ്പ് പഴയ കാലം മുതൽ എല്ലാവരും ചെയ്യുന്നതാണ്. പൊതുവേ നമ്മൾ മൺചട്ടിയിൽ കറി വെച്ച് കഴിഞ്ഞാൽ കഴുകിയെടുക്കാനായിട്ട് എന്താ ഉപയോഗിക്കാറ്? ചാരം ഉപയോഗിച്ചിട്ടാണ് കഴുകിയെടുക്കാറുള്ളതല്ലേ. അതുകൊണ്ട് തന്നെ അന്ന് ഉപയോഗിച്ചിരുന്ന മൺചട്ടികൾ നല്ല സ്ട്രോങ് ആയിരുന്നു. ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കാനും പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പം പലരും പറയാറുണ്ട് മൺചട്ടികളൊക്കെ പൊതുവെ പെട്ടെന്ന് പൊട്ടിപ്പോകാറുണ്ടെന്ന്. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മൾ മൺചട്ടികൾ കഴുകാനായിട്ട് ഉപയോഗിക്കുന്നത് സോപ്പാണ്. അപ്പോൾ അതിന് പകരമായിട്ട് ഇതുപോലെ കുറച്ച് ചാരം എടുത്തിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒരു പേസ്റ്റ് ആക്കിയിട്ട് മൺചട്ടിയുടെ അകവും പുറവും ഒക്കെ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ മറ്റേ മൺചട്ടി ചെയ്തതുപോലെ തന്നെ വെയിലത്ത് വെച്ച് 2 ദിവസം അകവും പുറവും നല്ലതുപോലെ ഒന്ന് ഉണക്കിയെടുക്കാനാണ് പോകുന്നത്. അതുപോലെ തന്നെ മൺചട്ടി കഴുകാനായിട്ട് ഒരിക്കലും സോപ്പ് ഉപയോഗിക്കരുത്. ഒന്നുകിൽ നാട്ടിലുള്ളവരൊക്കെ ഇതുപോലെ ചാരം ഉപയോഗിച്ച് കഴുകിയെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ മൺചട്ടി കഴുകാനായിട്ട് ഉപ്പോ കടലമാവോ മാത്രമേ ഉപയോഗിക്കാവൂ. മൺചട്ടി എങ്ങനെയാണ് കാലങ്ങളോളം കേടാകാതെ ഉപയോഗിക്കേണ്ടതെന്നുള്ളൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ ഒരു മൺചട്ടിയെ നമ്മൾ അകവും പുറവും ചാരം തേച്ചെടുത്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ചാരം എന്ന് പറയും, ചിലരൊക്കെ ചാമ്പൽ എന്നൊക്കെ പറയും. നിങ്ങളുടെ സ്ഥലത്ത് ഇതിനെന്താ പറയുന്നതെന്ന് പറയണേ. ഇനി നമുക്കിതും നല്ലതുപോലെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. അങ്ങനെ 2 ചട്ടിയും നമ്മൾ വെയിലത്ത് ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് പേസ്റ്റ് തേച്ചതും മറ്റൊന്ന് ചാരം തേച്ചെടുത്തതും. ഇനി നമുക്ക് നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം ഇതെങ്ങനെയാണ് മയപ്പെടുത്തിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പം നമ്മളിത് ഈ മൺചട്ടികൾ 2 ദിവസം വെയിലത്ത് വെച്ച് അകവും പുറവും നല്ലതുപോലെ ഉണക്കിയെടുത്തതാണ് കേട്ടോ. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം.
ആദ്യം തന്നെ നമുക്ക് പേസ്റ്റ് തേച്ച മൺചട്ടി ഒന്ന് കഴുകിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് കുറച്ച് കടലമാവ് ആണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ് നമ്മൾ മൺചട്ടി കഴുകാനായിട്ട് ഒരിക്കലും സോപ്പ് ഉപയോഗിക്കരുതെന്ന്. ഒന്നുകിൽ ഉപ്പ് ഉപയോഗിക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ കടലമാവ് ഉപയോഗിച്ച് വേണം കഴുകിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഹാർഡായിട്ടുള്ള സ്ക്രബ്ബറൊന്നും യൂസ് ചെയ്യരുത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബ്ബർ മാത്രമേ മൺചട്ടി കഴുകാനായിട്ട് ഉപയോഗിക്കാവൂ. ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിച്ച 2 ടിപ്പുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ചിന്നിച്ച് തുടങ്ങിയ മൺചട്ടിയിൽ വീണ്ടും നിങ്ങൾ കറി തയ്യാറാക്കിയെടുത്താൽ ഒട്ടും തന്നെ ചോർച്ച ഉണ്ടാകുകയില്ല കേട്ടോ. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇഷ്ടപ്പെട്ട ഏത് ടിപ്പാണെന്ന് കമൻറ്റ് കൂടി ചെയ്യൂ. പേസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് 1-2 വെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് മൺചട്ടി കഴുകിയെടുക്കാം. ഇപ്പം നമ്മൾ ഒരു മൺചട്ടി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചാരം തേച്ച് ഉണക്കിയെടുത്ത മൺചട്ടി കൂടി ഒന്ന് കഴുകിയെടുക്കാം. ആ മൺചട്ടി കഴുകിയെടുക്കാനായിട്ട് ഞാൻ ഉപ്പോ അതുപോലെ തന്നെ കടലമാവോ ഉപയോഗിക്കുന്നില്ല കേട്ടോ. കാരണം നമ്മൾ ചാരം തേച്ച് വെച്ചിരുന്നതാണല്ലോ. അതുകൊണ്ട് ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് തേച്ചെടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇപ്പം നമ്മുടെ 2 മൺചട്ടിയെ ഞാൻ നല്ലതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യാനായിട്ട് കഴുകിയെടുത്ത മൺചട്ടി അടുപ്പിന് മുകളിൽ വെച്ചിട്ട് ചെറുതായിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. അതിൽ നിന്ന് പുകയൊക്കെ വരുന്നൊരു സമയമുണ്ടല്ലോ, ആ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ വെള്ളം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് ചൂടായതിന് ശേഷം മാത്രമേ മൺചട്ടിയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ. കാരണം നമ്മൾ നേരത്തെ തേച്ച പേസ്റ്റ് ആയാലും അതുപോലെ തന്നെ ചാരമായാലും ആ ഒരു വിടവിൽ പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയൊന്ന് ചൂടാക്കി എടുക്കുന്നത്. അപ്പം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. നമ്മൾ ഇതിലേക്ക് ഒഴിച്ച വെള്ളം തിളച്ചതിന് ശേഷം ഈ വെള്ളം കളഞ്ഞിട്ട് ഒരു ദിവസം കൂടി നമ്മൾ വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു മൺചട്ടിയിൽ കറി തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്ത വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഈ 2 ടിപ്പുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് തരാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാനായിട്ട് മറക്കില്ലല്ലോ. അപ്പം വീണ്ടും ഇതുപോലെയുള്ള കിഡിലനായിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.